Hey guys, welcome back to our YouTube channel. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതാ 2 മാസം ആവണേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേനും ഇതാ വലിയ പെരുന്നാളായി. പെട്ടെന്നാണൊക്കെ ചെടപെട എന്നുള്ളത്. ഇതാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരുന്നത്. ഈ പ്രാവശ്യം പള്ളിയിൽ പോകുന്നതും പെരുന്നാൾസ്കാർ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കിടക്കാൻ വേണ്ടി നല്ല രീതിയിൽ ലേറ്റ് ആയി. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെരുന്നാൾ രാവിലെ വ്ളോഗ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ഇൻട്രോ മാത്രം എടുത്ത് ബാക്കി ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഫുള്ളും തിരക്കിലായിപ്പോയി. ഉമ്മ അവിടെ ഇങ്ങനെ ഓരോ പണിയില്ല. കാരണം വലിയവനെ കുളിപ്പിക്കണം. അപ്പോൾ മൊത്തത്തിൽ ഉമ്മ ഫുള്ള് തിരക്കിലാണ്. അതാണ് അവിടെ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പം ഉമ്മ സമൂസ ഉണ്ടാക്കാം. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. എന്നിട്ട് വലിയവൻ്റെ അടുത്തേക്ക് പോകാൻ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ അതാ പായസം ആയിട്ടില്ല. പായസത്തിൻ്റെ മറ്റേ പരിപ്പ് പായസമാണ് കേട്ടോ എപ്പോഴും വീട്ടിലുണ്ടാവല്. പരിപ്പ് ഇപ്പൊക്കെ നിർബന്ധം. പരിപ്പ് പായസം ഇപ്പൊക്കെ നിർബന്ധം. അതുകൊണ്ട് തന്നെ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഉമ്മ. നമുക്കൊക്കെ ഇഷ്ടം അടപ്രഥമന, പക്ഷെ അതിൻ്റെ അമ്മ ഉണ്ടാക്കിയില്ല. സമൂസ കുറച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആയിഷ അവിടെ ഉണ്ട് കേട്ടോ. ആയിഷ ഫുള്ള് സങ്കടത്തിലാണ്. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വലിയ പെരുന്നാൾ ആയതുകൊണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് എന്താണ് ഇപ്പൊ എന്താ പറയുക അറക്കല്. എന്റെ പണിയിലാണ് പുറത്ത്. അപ്പൊ ആയിഷ നല്ല പോലെ നോക്കിയ വളർത്തിയ ആട്ടുംകുട്ടിയാണ്. അപ്പൊ ആയിഷക്ക് നല്ല സങ്കടമുണ്ട്. നമുക്കൊക്കെ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ. നേരെ നമ്മളെ ATM-ലേക്ക് പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് പാസ്വേഡ് അറിയാമെന്ന് പറഞ്ഞില്ല. എനിക്ക് എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് പാസ്വേഡ്. അയക ഇതൊക്കെ വാങ്ങണ്ടേ, വാങ്ങിയിട്ട് വരാം. നല്ല ചൂടാണ്, ഉള്ളിൽ നല്ല തണുപ്പാണ്. ആണ് കേട്ടോ ദേശിൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഈ പ്രാവശ്യം സാധാരണ ചുരിദാർ അങ്ങനത്തെ ടൈപ്പാണ് എടുക്കല്. ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് പിടിച്ച്. പിന്നെ സിമ്പിളാണ്, സിമ്പിൾ, ഭയങ്കര സിമ്പിളാണ്. ഔട്ട്ഫിറ്റിനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരത്തില്ല. നമ്മൾ മിൽമാപ്പൂത്തുനിന്ന് പാലട മിക്സ് വാങ്ങിക്കണം. വീട്ടിൽ ഓൾറെഡി ചെറുപയർ പായസമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ പാലട ആയിഷുവിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് കാണാം. എൻ്റെ പാലട ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആട്ടോ. പറ്റാണെങ്കിൽ എൻ്റെ റെസിപ്പി ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണം, ഉമ്മ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ബട്ട് കാണിച്ചു തരാം. നമ്മൾ വീട്ടിലെത്തി. നമ്മൾ വലിയ പണിയിലാണ്. പയം നിറച്ചത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മൾ അയൽവാസിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയത്. ഈ പ്രാവശ്യം രാവിലെ നേരെ എണീക്കാനൊന്നും സമയമില്ല. പിന്നെ ഈ പ്രാവശ്യം ഒക്കെ ഭയങ്കര ലഘൂകരിച്ചിട്ടാണ്, ഒക്കെ ഭയങ്കര കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞു പോയ പ്രശ്നമുണ്ട്. കാരണം അമ്മ വലിയവനെ കുളിപ്പിക്കാൻ പോയ കാരണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്കിതൊക്കെ ചെയ്തൂടെ എന്നുള്ളത്. ഞാൻ കണ്ടില്ലേ ഗൈസ്. കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്ത്. ഡ്രസ്സ് മാറ്റണ്ടെന്ന് കുളിച്ച തന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കുളിപ്പിച്ചത്. ട്രൗസർ ഇട്ട് നടക്കാണ്. കൊടുക്കണ തിരക്കിലാണ്. മട്ടൻ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പല സൗണ്ടുകളും പാട്ടുകളും ഒക്കെ കേൾക്കും. പക്ഷെ നമ്മൾ മെയിൻറ്റാക്കണ്ട. ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. നമുക്ക് ഒരുങ്ങാം. മുടി ഞാൻ കുളിച്ച കണക്കൊന്ന് എന്നെ കഴിച്ചിടാന്ന് വിചാരിച്ച് ഈ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഈ ഒരു സൺസ്ക്രീനാണ് ഇട്ടിട്ടുള്ളത്. ഇതൊരു വയലറ്റ് കളർ സൺസ്ക്രീനാണ്. ഓൾമോസ്റ്റ് കഴിയാനായിട്ടാണ്. BB ക്രീമും ആയിസിൻ്റെ BB ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. സൈഡിൻ്റെ കൺസീലറാണത്. ഓവർ മേക്കപ്പ് ഒന്നും വേണ്ട, എവിടെയും പോകാനൊന്നുമില്ല. വിരുന്നാരി വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ്. എൻ്റെ ഈദ് മുബാറക്. ഞാൻ എൻ്റെ ഫുള്ള് വൈറ്റാണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നായി. ഞാൻ കാര്യപരിപാടിയിലേക്ക് കടക്കാൻ പോയിരുന്നു. മേക്കപ്പ് അത് നമ്മൾ ആയിഷനെ കാണിച്ചിട്ടില്ല. ആയിഷ സെക്കാത്തല്ല പെരുന്നാൾ പൈസ. ആയിഷന്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നെയ്റ വന്നപ്പോ ഇവിടെ നെയ്റന്റെ കയ്യില ഫുൾ പെരുന്നാൾ പൈസ ഉള്ളതാ കേട്ടെ. അപ്പൊ നമുക്ക് നെയ്റനോട് പെരുന്നാൾ പൈസ പെരുന്നാൾക്ക് സെക്കാത്ത കിട്ടി. മൊയിലാഞ്ചിന്റെ കളർ നോക്കട്ടെ. ഇത് മൊയിലാഞ്ചിയാണ്. നിങ്ങൾ പറയൂ. ഇത് മൊയിലാഞ്ചിന്റെ മോളിൽ എന്തെങ്കിലും ഇട്ടീനോ? ഇത് നല്ലതല്ല. വേറെ മണം തന്നെ വേറെ ആയിപ്പോയി. അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കാൻ അതിൻ്റെ അകത്ത് നിന്നെടുത്താലോ വേണ്ട. അമ്മ മറിച്ചത്, മുട്ട മറിച്ചത്, സമൂസ എല്ലാം ഉണ്ട്. നമുക്കിത് കൊണ്ടി കൊടുത്തിട്ട് വരാം. ഗെറ്റ് റെഡി വിത്ത് മീ പകുതിക്ക് വെച്ച് നിർത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ
ഇതങ്ങനെയാണ്, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. മമ്മി അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് അടുത്തൊരു വിരുന്നാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ന്യൂലി മാരീഡ് കപ്പിൾ. നമുക്ക് കുറേ കാണിച്ചു കൊടുക്കാം. ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, വന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഈദ് മുബാറക്, ഈദ് മുബാറക്. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊടുക്കലുണ്ടോ? വിഷു ഓണം വന്നാൽ ഇങ്ങോട്ടേക്ക് പായസം, 2 പെരുന്നാൾ വന്നാൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഒരു ചടങ്ങാണ് ഇത്. നമുക്ക് വീട്ടിലെ കൊടുക്കലൊക്കെ നമ്മളെങ്ങനെ ഫുഡ് കൊടുക്കാൻ പോകുന്നു. നമ്മളിവിടെ ഒരു കാടിന് നടക്കാം, ചുറ്റിലും കാടാം. അതിൻ്റെ ഏതൊരറ്റത്താണ് ഞങ്ങളെ വീട് വെക്കുന്നത്. അല്ല, നമ്മളത് കുറച്ചുള്ളൂ. ഇതിനെ കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് വിളക്ക് പൂജാറൂമാണ്. ഈ പരിപാടി ചെറുപ്പത്തിൽ നമ്മുടെ അടുത്ത വേറെ വീടുണ്ട്, അവിടെ പോയിട്ട് ഇതേപോലെ പൂജാറൂം നോക്കും വരും. അപ്പോൾ നമ്മളെല്ലായിടത്തും മിറർ കണ്ടി എനിക്ക് ഒരുവിധം കഴിഞ്ഞു. ഇവളില്ലേ എല്ലായിടത്തും പോയ എന്നെ നാണം കെട്ടിക്കാളും. എന്തോ ഒരു സ്വഭാവമാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഈദ് മുബാറക്. ഇതാരാ? ഈദ് മുബാറക്. സൈകാക്ക വന്ന സ്ഥിതിക്ക് പെരുന്നാ പൈസ മുഹമ്മദ് ഉവൈസ് ഹോം മെയ്ഡ് മണി ബോക്സ്. പൈസ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞേക്കണേ എച്ചികളാണിത്. 10 പൈസ തന്നില്ല. വെറുതെ പറയാണ് ഗൈസ്, ഇത് 10 പൈസ തന്നിട്ടില്ല. പക്ഷെ സായിക്കാക്ക ഭക്ഷണം വാങ്ങി തന്നു. ബാബി ഇവിടെ മൈലാഞ്ചി എന്ന തിരക്കിലാണ്. നമ്മളെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട കഷ്ടപ്പെട്ട ഒരാൾ തലയിൽ തട്ടൊന്നുമില്ലേ? എന്നിട്ട് ഈദ് മുബാറക് പറയും. എന്താ അങ്ങനെ പറയ് ബിച്ചുമ്മ. നിങ്ങളെ കൊറേ ഫാൻസ് ഉണ്ട്, നിങ്ങളെ കൊറേ ആരാധകരുണ്ട്. ഓരോട് ഈദ് മുബാറക് പറയും. ഈദ് മുബാറക്, ഈദ് മുബാറക്. ചോറ് തിന്നുമ്പോ കാണാ. ഞാൻ പുറത്തേക്ക് വരൂ പറയ്. ഓക്കെ ടാറ്റ. ഇതാണ് നമ്മളെ ആയിഷന്റെ ഫ്രണ്ട് റബാഹ്. കൊരങ്ങനെ കേറ് റബാഹ്. ഈദ് മുബാറക് പറയ്. എന്ത് ഭയങ്കര നമ്മൾ അടുത്ത പ്ലാനിങ് ഇനി ഫോട്ടോ എടുക്കാൻ പോകണം. ഗെറ്റ് റെഡി വിത്ത് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് വേറെ ഒന്നും ഇട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ ഷിഫന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തതാ. അപ്പൊ പെണ്ണുങ്ങളായപ്പോ ആരും വേണ്ട. എന്താ ചെയ്യാ? ആരാ ഷിഫാന്ന് ഇത്രണ്ട് ഇത്രക്കുണ്ട്. പെണ്ണ് കെട്ടിയത് ഈ സ്വഭാവം മാറുന്നതാ പറഞ്ഞു. കൈസ് ഈ ഷൂ എങ്ങനെയുണ്ട്? ഇതിലേക്ക് മാച്ച് ഉണ്ടോ? ഇല്ലേ കൈസ്, നമ്മളിവിടെ അതിശക്തമായ ഒരു ഫോട്ടോഷൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഫോട്ടോ എനിക്ക് ആരും എടുത്തു തന്നിട്ടില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്കൊരു പേജ് അയച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കുട്ടികൾ തന്നെ പേജ് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പേജ് ഇതിൽ മെൻഷൻ ചെയ്യാം. ഇതാ ഈ കാണുന്നത്, ഇതാ ഇത്. പിന്നെ കിട്ടിയില്ല, ആഷിഫൻ്റെ കഴുത്തിലുണ്ട്. നല്ല 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 ജ്വല്ലറീസ് ഉണ്ടായിരുന്നു പേജിൽ. ഞാനത് അയച്ചായിരുന്നു. കപ്പിൾ ഫോട്ടോഷൂട്ട് നമുക്കൊന്നും ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളൊരു എൻജോയ് ചെയ്യട്ടെ. സെറ്റാക്കൂല. എന്റെ അമ്മക്ക് ആരും ഇല്ലാന്നോ? തേങ്ങ എടുത്തേറി ഷാനിക്കാക്കിന്റെ പെണ്ണുങ്ങൾ കാണാണെങ്കിൽ കണ്ടോ പുറത്തുള്ള സ്വഭാവം ഇതാണ്. കാണുന്നുണ്ടോ? എന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഒരു നല്ല ഫോട്ടോ കിട്ടിയില്ല, കാരണം ഫുൾ വൈറ്റ് ആയി പോയി.
അല്ലേ? അങ്ങനെ ഗൈസ് കുറച്ചു നേരം ഞാനൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. വിശാലെ ഫോൺ പിടിച്ചോണ്ടാ. വിശാലിനെ പിന്നെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. പെരുന്നാളോ? പെരുന്നാൾ ഏകദേശം ഉച്ച വരെ എത്തി. ഉച്ച 2:30, കറക്റ്റ് 2:30 മണിയായി. പ്ലേറ്റ് എടുക്കല്ലേ അവിടെയൊക്കെ. നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോയല്ലോ. ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന് പിന്നെ വീണ്ടും നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി. അങ്ങനെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഫുഡ് എന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡ്. നെയ്ച്ചോറ്, കോഴി മുളകിട്ടത്, നമ്മളെ കോഴിക്കോട്ടുകാരെ കോഴി മുളകിട്ടത്, ചിക്കൻ പൊരിച്ചത്, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. പിന്നെ അച്ചാറ്, ഇത് നമ്മളെ വീട്ടിൽ വറുത്ത മട്ടൻ ചെറിയൊരു പീസ് വെക്കാം. എൻ്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ. അവിടെ ചിക്കൻ ഒരു പീസ് അങ്ങോട്ട് ഇടക്കുക. മട്ടനാണ്, ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് അച്ചാർ, അടിപൊളി മാങ്ങ അച്ചാറാണ്, അതും കൂട്ടുക. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ അമ്മേൻ്റെ ബാഗ് സെറ്റ് നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്ത് തളിച്ചെന്ന് പറഞ്ഞിട്ട്. കാരണം പുറത്തൊക്കെ പോയി നല്ല വെയിലാണ്. വെയിലൊക്കെ കൊണ്ടുപോകുന്ന ഫ്രഷ് ആയിട്ട് വേഗമൊക്കെ കിട്ടിയത് എടുത്തിട്ടതാണ് ഒരു ആശ്വാസത്തിന്. ഫാനും കൂടി നമുക്കത് കഴിക്കാം. അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം വെറുംചോറ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രാവശ്യം നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷെ നെയ്ച്ചോറും കോഴി മുളകും കിട്ടും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. ഗൈസ് ഉച്ചയ്ക്ക് ചോറ് എന്നിട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അങ്ങനെ ചോറ് തിന്നാൻ പോയിട്ട് നേരെ പോയി കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. ഉറക്കം ഉറങ്ങിയിട്ട് എണീക്കുന്നത് 8 മണിക്കാണ് കേട്ടോ. അപ്പം 8:30 ആയിട്ടുണ്ട്. നമ്മൾ പെരുന്നാളല്ലെന്ന് കറങ്ങാൻ പോവാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിരുന്നാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടാ.